പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ ആൾ പിടിയിൽ. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി സജീവാണ് അറസ്റ്റിലായത്. ഡാനി ഇപ്പോൾ നൽകും വാർത്തയുടെ വിവരങ്ങൾ. ഡാനി, ഇത് എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായത്? എങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തിയത്? എന്താണ് ഇതിന്റെ സംഭവം? ഭവ്യ, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവത്തിൽ നടക്കുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. അവിടെ തൃശ്ശൂരിലേക്ക് പോകാൻ വന്നിരുന്ന പെൺകുട്ടി അത് പൂനെ എക്സ്പ്രസ്സിൽ കയറുകയായിരുന്നു ഉച്ചയോടുകൂടി. പക്ഷേ അതിലേക്ക് കയറുന്നതിന് മുൻപ് ഈ പെൺകുട്ടിയുടെ പിറകിലൂടെ വന്നൊരാൾ അവരുടെ ദേഹത്തെ കടന്നു പിടിക്കുകയാണ്. അപമര്യാദയെ അവരുടെ ദേഹത്ത് സ്പർശിക്കുന്നു, അവരെ കടന്നു പിടിക്കുന്നു എന്നതാണ്. ഉടൻ തന്നെ ഈ പെൺകുട്ടി അയാളുടെ കൈ പിടിച്ച് തിരിച്ച് മുഖത്തേക്ക് വരുമ്പോഴേക്കും അയാൾ കുതറി കടന്നു കളയുന്നു. അങ്ങനെ അവരുടെ പുറകെ ഓടുന്നു. ഈ ദൃശ്യങ്ങളടക്കം ഈ പെൺകുട്ടി പകർത്തിയിട്ടുണ്ട്. വളരെ ധീരമായിട്ട് തന്നെ അതിന് ചെറുത്ത് നിൽക്കുകയും ഒപ്പം തന്നെ ഇയാളെ ഈ നിയമത്തിന് മുന്നിലേക്ക് അടക്കം കൊണ്ടുവരുന്നതിനുമെല്ലാം ആ ഒരു മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയുമെന്നതാണ്. അവരതിന് പുറകെ ഓടുന്നു, ഒപ്പം ബഹളം വയ്ക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. അതോടുകൂടി ഈ പോലീസുകാരടക്കം ഇതിലേക്ക് ഇടപെടുന്നു. പക്ഷേ ഇയാളെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെയുള്ള റെയിൽവേ പോലീസിനുമടക്കം പരാതി നൽകുന്നു. പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം സ്വദേശിയായ യുവാവിനെ ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് അവരുടെ അവസരോചിതമായി മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ടുള്ള ആ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു ആളെ നിയമത്തിന് മുന്നിലേക്ക് അടക്കം കൊണ്ടുവരാനായിട്ടെല്ലാം തന്നെ സാധിച്ചത്. ആ സമയത്തും ഇവർ മോഷണം നടന്നോ എന്ന് ചോദിച്ചാണ് പലരും തൻ്റെ അടുത്തേക്ക് വന്നത്. സാരമില്ല എന്ന് പറയുന്ന സ്ത്രീകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ ഈ പെൺകുട്ടി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു അനുഭവം വിവരിച്ചിട്ടുണ്ട്. പ്രതികരണം ഒന്ന് കണ്ട് ഞാൻ ഡാനിയിലേക്ക് വരാം. ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ട്രെയിനിൽ കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല. വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല. ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട്. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ. അപ്പൊ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, സാരില്ല മോളെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സാരില്ല, എന്തായാലും മാല അങ്ങനത്തെ ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു ആളെന്റെ മാല പൊട്ടിച്ചതല്ല, ആളിന്റെ ബ്രസ്റ്റിൽ കയറി പിടിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. പോലീസുകാരൊക്കെ എനിക്ക് എങ്ങനെയാ അവരോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര നല്ല പോലീസുകാരായിരുന്നു. എറണാകുളം ടൗൺ റെയിൽവേന്ന് ഞാൻ പരാതി എഴുതി. തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് ആള് തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര മാന്യനായി ഭയങ്കര അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ആള് പറയാൻ തുടങ്ങി, ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി. എനിക്ക് എന്റെ ഭാര്യയുണ്ട്, എന്റെ കുട്ടിയുണ്ട്, എന്റെ ഭാര്യ മക്കളറിഞ്ഞ ഇത് ഭയങ്കര സഹിക്കൂല, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആളുടെ പഴംപുരാണ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ ഇട്ട ഡ്രസ്സ് എന്താ പറയുക, ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ്. അതും സമയം 3:30, വൈകുന്നേരം 3:30. ആ ഒരു നട്ടുച്ച വൈകുന്നേരം സമയമാണ്. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിമാൻഡിൽ പോണ ഒരു കേസാണ്. സോ അങ്ങനെ ആയതുകൊണ്ട് കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല,
ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആളുടെ ആദ്യത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തു. ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാൾ എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല. എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയാണ്. എനിക്കറിയില്ല എത്ര ഗേൾസിന് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നമ്മള് സൗണ്ട് റേസ് ചെയ്യാത്ത കാരണം കൊണ്ടോ നമ്മളൊരു കേസ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഞാൻ സ്വയം അഭിമാനിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. എനിക്കൊന്ന് ശബ്ദമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറെ അഭിമാനകരമായ കാര്യമെന്ന് പറയുന്നു. അത് തന്നെയാണ് ഓരോ പെൺകുട്ടികൾക്കും ഒരു വലിയ മെസ്സേജ് കൂടിയാണ്. തനിക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമത്തിൽ ആ സമയത്ത് പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ആരും ചെയ്യേണ്ടത്. അത് തന്നെയാണ് ആ പെൺകുട്ടിയും ചെയ്തത്. അതിൽ നിറഞ്ഞ അഭിനന്ദനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആ പെൺകുട്ടി ആരായാലും അവൾക്ക് നിറഞ്ഞ അഭിനന്ദനം നൽകുകയാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, കൃത്യമായി അവൾ പ്രതികരിച്ചു, സമയോചിതമായി ഇടപെട്ടു, അതിനുള്ള നടപടിയും ഉണ്ടായി അല്ലേ? തീർച്ചയായും അതിനുള്ള നടപടി ഉണ്ടായിരിക്കും. നമുക്ക് ആ പെൺകുട്ടിയുടെ വോയിസ് ഇപ്പോഴും കേൾക്കാം. നീ പോകില്ല പോലെന്ന് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി അവൾ വിളിച്ചു പറയുന്നുണ്ട്. അതൊരു സന്ദേശമായിരിക്കണം. കാരണം ഈ പെൺകുട്ടികൾ അവർക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങൾക്ക് തീർച്ചയായും സമൂഹം കൂടി ഒപ്പം നിൽക്കുമ്പോൾ ഇത്തരം ആളുകൾ അതായത് പൊതുനിരത്തിൽ വെച്ച് പൊതു ഇടത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കയറി പിടിക്കാനായിട്ട് അത്രമാത്രം ആ രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ തീർച്ചയായും അതിൽ വീഴേണ്ട കൈവിലങ്ങൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. അത് പെൺകുട്ടികൾ തന്നെ ഉറക്കെ പറയാൻ, ഇപ്പോൾ ഈ പെൺകുട്ടിയെ പോലെ തന്നെ അത് ഉറക്കെ പറയാൻ ആർജവത്തോടെ വിളിച്ചു പറയുന്നു. എൻ്റെ ദേഹത്ത് കൈവച്ച് നീ പോകില്ല മോനെ എന്ന് അവിടെ ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വളരെ ഉച്ചത്തിൽ പറയുന്ന ആ പെൺകുട്ടിക്ക് നേരത്തെ ഭവ്യ പറഞ്ഞതുകൊണ്ട് സല്യൂട്ട് ചെയ്യാമെന്ന് തന്നെയാണ്. ആ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ പ്രതിയിലേക്ക് എത്തുന്നതും. പിന്നീട് മറ്റു കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് കാര്യമായാലും ഒരു പൊതുയിടത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് ഈ രീതിയിൽ പെരുമാറിയിട്ട് പിന്നീട് കുടുംബമുണ്ട്, പശ്ചാത്തലമുണ്ട് എന്നൊന്നും പറഞ്ഞ് കരയുന്നതിൽ വലിയ അർത്ഥമൊന്നും കാണേണ്ടതില്ല. ഏതായാലും അയാളിപ്പോൾ പോലീസിന്റെ പിടിയിലായി ഇരിക്കുന്നു. ആ നിലപാടെടുത്ത ആ സമയം ആ പെൺകുട്ടികൾക്കൊപ്പം നിന്ന് എല്ലാവർക്കും തന്നെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അത് തന്നെയാണ്. ഇത്തരത്തിൽ പെൺകുട്ടികളോട് അതിക്രമം കാണിക്കുന്നവർക്കൊക്കെ കൈവിലങ്ങ് തന്നെയാണ് അവസാനമുണ്ടാവുക. രാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.